ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ചാന്ദ്രദിനക്യൂസ് 2026 പാർട്ട് 1 ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വെറും 15 ചോദ്യങ്ങളാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക, എന്നിട്ട് എഴുതിയെടുത്ത് നന്നായി പഠിക്കുക. അപ്പോൾ നമ്മുടെ ചാനലിൽ ബഷീർ ദിനക്യൂസ്, വായനാ ദിനക്യൂസ്, അക്ഷരമുറ്റം ദിനക്യൂസ്, അങ്ങനെ എല്ലാ ക്യൂസിൻ്റെയും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം വിക്രം സാരാഭായ്. ഇന്ത്യയിൽ ബഹിരാകാശ വകുപ്പ് നിലവിൽ വന്ന വർഷം ഏതാണ്? ഉത്തരം 1972 ജൂൺ. ISRO നിലവിൽ വന്ന വർഷം ഏതാണ്? ഉത്തരം 1969 ജൂൺ 15. ISROയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം ബാംഗ്ലൂർ. ISROയുടെ ആസ്ഥാന മന്ദിരം എന്നറിയപ്പെടുന്നത്? ഉത്തരം അന്തരീക്ഷ ഭവൻ. ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ റോക്കറ്റ് ഏതാണ്? ഉത്തരം നൈക് അപ്പാച്ചോ. ബഹിരാകാശത്ത് എത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? ഉത്തരം രാകേഷ് ശർമ്മ. രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് എത്തിയ വർഷം ഏതാണ്? ഉത്തരം 1984. രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് എത്തിയ വാഹനത്തിൻ്റെ പേരെന്താണ്? ഉത്തരം സോയൂസ് D-11. ചാന്ദ്രദിനം എന്നാണ്? ഉത്തരം ജൂലൈ 21. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത് എന്നാണ്? ഉത്തരം 1969 ജൂലൈ 21. ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയ മനുഷ്യൻ ആരാണ്? ഉത്തരം നീൽ ആംസ്ട്രോങ്. ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്നത്? ഉത്തരം ശ്രീഹരിക്കോട്ട. ചന്ദ്രനിൽ രണ്ടാമത് കാലുകുത്തിയത് ആരാണ്? ഉത്തരം എഡ്വിൻ ആൽഡ്രിൻ. ലൂണ എന്ന പദ്ധതിയുടെ അർത്ഥം എന്താണ്? ഉത്തരം ചന്ദ്രൻ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ചാന്ദ്രദിനക്യൂസ് 2026 പാർട്ട് 1 ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ പാർട്ട് 2 ഉടൻ വരുന്നതായിരിക്കും. Thank you for watching.